ആദ്യമേ പറയട്ടെ, ഇതൊരു ക്ലീഷേ ടൈപ്പാണ് കേട്ടോ. ഒരുപാടൊന്നും എക്സ്പെക്റ്റ് ചെയ്യല്ലേ. ആവർത്തന വിരസത ഫീൽ ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ എന്നോട് ക്ഷമിക്കണേ. എന്നാലും എന്തേലും ഒരു രസം കാണും എന്ന് കാശിനാഥൻ. രൗദ്രം ഭാഗം 1. എൻ്റെ പൊന്നു മോളെ, നീ പേടിക്കാതെ ചെല്ലൂന്നേ. ലച്ചുമ്മയല്ലേ പറയുന്നത്? വേണ്ട ലച്ചുമ്മേ, എനിക്ക് നല്ല പേടിയുണ്ട്. എന്നെ ചുട്ടരിച്ച് ചാമ്പലാക്കും. അത്രയ്ക്ക് ദേഷ്യമുണ്ട് എന്നോട്. ദക്ഷ, മുകളിൽ നിന്നും ഒരട്ടഹാസം കേട്ടതും കയ്യിലിരുന്ന പാൽ ഗ്ലാസ് താഴേക്ക് പതിച്ചതും ഒരുമിച്ചായിരുന്നു. ഈശ്വര! തലയ്ക്ക് കയ്യും കൊടുത്തുകൊണ്ട് ദക്ഷ തൻ്റെ അരികിൽ നിന്ന് ലച്ചുമ്മയെ നോക്കി. ചെല്ലുമോളെ, അവൻ വിളിക്കുന്ന കേട്ടില്ലേ? എനിക്ക് വയ്യ ആ പാമ്പിൻ്റെ മാളത്തെ ചെന്ന് തലവെച്ച് കൊടുക്കാൻ. വിഷമത്തോടെ അവൾ അരികിൽ നിന്നവരോട് പറഞ്ഞു. ഡി ദക്ഷ. വീണ്ടും അതേ ശബ്ദം. ദാ വരുന്നു. ഈ കുപ്പിച്ചൊല്ലൊക്കെ ഒന്ന് പെറുക്കി കളയട്ടെ, ഇല്ലെങ്കിൽ കാല് മുറിയും. പറയുന്ന ഒപ്പം തന്നെ അവൾ നിലത്തേക്കിരുന്നു. പൊട്ടിയ ഗ്ലാസിൻ്റെ കഷ്ണങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് അവളങ്ങനെ നിന്നപ്പോൾ ലച്ചുമ്മ അടുക്കളയിലേക്ക് നടന്നു. ഒരു ഗ്ലാസ് പാലും കൂടി എടുത്തുകൊണ്ട് ദക്ഷയുടെ അടുത്തേക്ക് വന്നു. എൻ്റെ അമ്മേ, ഇതൊന്നും വേണ്ട. ഞാൻ വെറുതെ കയറി പൊയ്ക്കോളാം. സാറിന് ഇഷ്ടാവില്ല. അതൊന്നും നീ നോക്കണ്ട. ഐശ്വര്യമായിട്ട് കയറി ചെല്ല്. വെറുതെ ആ കുട്ടിയെ ദേഷ്യം പിടിപ്പിക്കാതെ. പാലുമായി മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി അവൾ മിടിക്കുന്ന ഹൃദയത്തോടെ അവിടേക്ക് നടന്നു. പെട്ടെന്നായിരുന്നു ദക്ഷ കട്ടിലിൽ നിന്ന് ഉരുണ്ട് താഴേക്ക് വീണത്. യോ, ഇത് നടു ഒടിഞ്ഞേ! അവൾ വിളിച്ചു കൂവിയ കേട്ടുകൊണ്ട് മാലതി ഓടി വന്നു. എന്താടാ, വീണോ നീ? കണ്ണ് തിരുമ്മി എഴുന്നേറ്റ് വരുന്നവളുടെ കൈക്ക് പിടിച്ച് അമ്മ പൊക്കി. ഇതെന്താ ദക്ഷ, നീ വീണോ? മാലതി അവളെ എഴുന്നേൽപ്പിച്ച് അവളുടെ കാതിൽ പിടിച്ച് നന്നായി ഒന്ന് കിഴുക്കി വിട്ടു. ആ അപ്പച്ചി, കഷ്ടമുണ്ട് കേട്ടോ. എനിക്ക് നന്നായി വേദനിച്ചു. അവൾ അവരെ നോക്കി പുലമ്പി. അപ്പോഴേക്കും ജാനകിയും അവളുടെ അടുത്തേക്ക് വന്നു. ദേ, അമ്മാവൻ വിളിക്കുന്നുണ്ട്. മോള് പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് വന്നേ. മാലതി മകളായ ജാനകിയെ നോക്കി. അമ്മാവനോ? എന്നെയോ? അതും പതിവില്ലാതെ. അമ്മയ്ക്ക് ആള് മാറിപ്പോയോ? ജാനകി അവരെ നോക്കി ചിരിച്ചു. അതൊന്നും എനിക്കറിഞ്ഞൂടാ. കുറച്ചു മുന്നേ എന്നോട് ചോദിച്ചു, നീ ഇതുവരെയായിട്ടും എഴുന്നേറ്റില്ലെന്ന്. നിന്നോടെന്തോ സംസാരിക്കാനാണത്രേ. എന്നിട്ട് അമ്മയെന്തു പറഞ്ഞു? നിന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കാനല്ലേ ഞാനിങ്ങോട്ട് വന്നത്. അപ്പോഴാണ് ദക്ഷമോള് വീണ് കിടക്കുന്നത് അമ്മ കണ്ടത്. അവൾ കിടക്കയിലേക്ക് ഇരുന്നു കൊണ്ട് തലമുടി മുഴുവനായും ഉച്ചത്തിൽ കെട്ടിവെച്ചു. ചെല്ല്, ചെന്ന് കുളിച്ചിട്ട് വാ മോളെ. നേരം കളയാണ്ട് അമ്മാവനെ ഒന്ന് കാണാൻ നോക്ക്. എന്താണ് പറയുന്നതെന്നറിയാലോ. എന്തെങ്കിലും പേപ്പർ സൈൻ ചെയ്യൊക്കെ, അല്ലാണ്ട് പുതുമയുള്ള കാര്യമൊന്നും ഇല്ലല്ലോ. ഒരു പട്ടുപാവാടയും ബ്ലൗസും അലമാരയിൽ നിന്ന് വലിച്ച് കയ്യിലേക്ക് എടുത്തുകൊണ്ട് ജാനകി ബാത്റൂമിലേക്ക് കയറി. ഇവൾ ജാനകി സ്വാമിനാഥൻ. ഇവൾക്ക് 11 വയസ്സുള്ളപ്പോൾ അച്ഛനെ നഷ്ടപ്പെട്ടതാണ്. അമ്മ മാലതിയും മകളും കൂടി മാളിക തറവാട്ടിലെത്തിയിട്ട് വർഷം 10 കഴിഞ്ഞിരിക്കുന്നു. മാലതിക്ക് 2 സഹോദരന്മാരാണുള്ളത്, രാജേന്ദ്രനും വിശ്വനാഥനും. രാജേന്ദ്രൻ്റെ ഭാര്യയും 2 മക്കളും ദുബായിലാണ്. അയാൾക്ക് താഴെയുള്ളത് വിശ്വനാഥൻ. ഭാര്യ ഗീത. ഒരേയൊരു മകളാണ് അവർക്കുള്ളത്. പേര് ദക്ഷ. ബാക്കിയൊക്കെ വഴിയേ പറയാം. അമ്മാവൻ എന്നെ അന്വേഷിച്ചു എന്ന് അമ്മ പറഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഉമ്മർത്ത് നിൽക്കുകയാണ് ജാനകി. വിളിച്ചോ? നീ എന്താ ഉണരാൻ വൈകി? വിശ്വനാഥൻ ഗൗരവത്തിൽ ചോദിച്ചു. ഞായറാഴ്ച ആയതുകൊണ്ട് ഉറങ്ങിപ്പോയി. അവൾ പെറുപെറുത്തു. 10 മണിയാവുമ്പോൾ നിന്നെ കാണാനൊരു കൂട്ടർ വരുന്നുണ്ട്. ഒന്നൊരുങ്ങി നിന്നോണം കേട്ടോ. അയാൾ പറയുന്ന കേട്ടുകൊണ്ട് ജാനകി ഞെട്ടിത്തെറിച്ചു. മകളുടെ പിന്നിലായി നിന്ന് മാലതിയും കേട്ടു സഹോദരൻ പറയുന്ന കാര്യങ്ങൾ. അവളും അപ്പോഴാണ് അങ്ങനെയൊരു കാര്യം പോലും അറിയുന്നത്.
ദേവർമഠത്തിൽ രുദ്രനാരായണന് നിന്നോടൊരു മോഹം. അവൻ കെട്ടുവാണെ നിന്നെ മാത്രമെന്നാ പറയുന്നേ. അതുകൊണ്ടേ അവർക്കെല്ലാവർക്കും ഇന്ന് തന്നെ നിന്നെ കണ്ടേ തീരൂന്ന്. അമ്മാവൻ പറയുന്ന കേട്ടതും ജാനകിക്ക് തൻ്റെ തല ചുറ്റണത് പോലെ തോന്നി. രുദ്രനാരായണനോ? അത് തന്നെ. അയാൾക്ക് പക വീട്ടാൻ വേറെ ഒരു കുരുക്കം കണ്ടില്ലേ? ജാനകിയുടെ മിഴികൾ നിറഞ്ഞു. എന്താ ജാനകി, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എൻ്റെ തീരുമാനങ്ങൾ മാത്രമേ നടക്കൂ. സമയം കളയണ്ട, നീ അകത്തേക്ക് ചെല്ല്. വീണ്ടും അമ്മാവൻ്റെ ശബ്ദം. അമ്മാവ, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട. എങ്ങനെയെങ്കിലും സ്വന്തമായി ഒരു ജോലി. പറഞ്ഞ് പൂർത്തിയാക്കാൻ മുന്നേ തൻ്റെ അമ്മയുടെ കരുണത്തേക്കായിരുന്നു അമ്മാവൻ്റെ കൈ പതിച്ചത്. പിന്നിലേക്ക് മറിഞ്ഞു വീഴാൻ തുടങ്ങിയ അമ്മയെ ജാനകി വേഗം പിടിച്ചു. അമ്മേ, അവൾ കരഞ്ഞുകൊണ്ട് അവരെ നോക്കി. ഡി, അറിയാലോ, ഇവിടെ ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എനിക്കറിയാം എന്തു വേണമെന്നുള്ളത്. മര്യാദയ്ക്ക് നീ അതങ്ങ് അനുസരിച്ചാൽ മാത്രം മതി, കേട്ടല്ലോ? വിശ്വനാഥൻ്റെ ശബ്ദം അവിടെ ആകെ ഒരു അട്ടഹാസം പോലെ മുഴങ്ങി. മാലതിയാണെങ്കിൽ മക്കളെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറിപ്പോയി. അമ്മേ, ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? രുദ്രനാരായണനെ അമ്മയ്ക്കറിയില്ലേ? അയാളൊരു തെമ്മാടിയാണ്. വെറും വായി നോക്കി വൃത്തികെട്ടവൻ. കഴിഞ്ഞ തവണ ആലങ്ങാട്ടമ്പലത്തിലെ ഉത്സവത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞാൻ അയാൾക്കിട്ടൊരെണ്ണം കൊടുത്താ വിട്ടെ. അതിനൊക്കെയുള്ള പക അയാൾ തീർക്കുവാൻ ശ്രമിക്കുകയാണ്. അമ്മാവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് യാതൊരു നിവൃത്തിയുമില്ലല്ലോ. ജാനകി അമ്മയുടെ മാറിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അറിയില്ല മോളെ, എനിക്കൊന്നും അറിയില്ല. നീ എവിടെയെങ്കിലും രക്ഷപ്പെടുന്നതാണ് നല്ലത്. ആ കുടുംബത്തിലെ ഏറ്റവും കൊള്ളുവേലാത്തവനാണ് രുദ്രനാരായണൻ. അവൻ്റെ ഭാര്യയായി എൻ്റെ മകളെ ഒരിക്കലും ഞാൻ പറഞ്ഞേക്കില്ല. അമ്മയും മകളും കരഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് വിശ്വനാഥൻ്റെ ഭാര്യ വന്ന് വാതിലിൽ കൊട്ടി വിളിച്ചത്. മാലതി വന്ന് വാതിൽ തുറന്നു. ഗീത അകത്തേക്ക് കയറി. അറിയാലോ ഏട്ടൻ്റെ സ്വഭാവം. മോളെ, നീ ഒന്ന് റെഡിയായി നിൽക്ക്. ആ ചെക്കൻ ഒന്ന് കണ്ടിട്ട് പോട്ടെ, ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഗീത ജാനകിയുടെ അരികിലേക്ക് വന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു. എനിക്ക് പേടിയാ, സത്യമായിട്ടും എനിക്ക് അയാളെ പേടിയാ. അമ്മായി, അയാൾ എന്നോട് പക വീട്ടാൻ വേണ്ടിയാണ് ഈ കല്യാണം ആലോചിച്ച് വന്നത്. ദേവി, ഇത് അമ്മാവനോട് ഒന്നും പറഞ്ഞ് മനസ്സിലാക്കൂ. ജാനകി കരഞ്ഞുകൊണ്ട് അവരുടെ മുൻപിൽ കൈനീട്ടി. ജാനകി എങ്ങനെയൊക്കെ എതിർക്കാൻ നോക്കിയെങ്കിലും അതൊന്നും സായുക്തമായില്ല. 11 മണിയായപ്പോഴേക്കും മുറ്റത്തേക്കൊരു ബ്ലാക്ക് കളർ ബെൻസ് വന്നു നിന്നു. അതിസുന്ദരിയായ ഒരു യുവതി പ്രൗഢിയോടുകൂടി വണ്ടിയിൽ നിന്നിറങ്ങി. കടും ചുവപ്പ് നിറമുള്ള കാഞ്ചീപുരം പട്ട്, കഴുത്തിലൊരു മരതക മാല, അതേ കമ്മലിൻ്റെ മാല തന്നെ ഒരു ചെറിയ നവരത്ന മൂക്കുത്തി, കൈ നിറയെ പച്ച കുപ്പിവളകൾ. അവർ അണിഞ്ഞുകൊണ്ട് അവർ മുറ്റത്ത് നിന്ന് ചുറ്റും നോക്കി. അപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അതിസുന്ദരനായ ഒരു യുവാവ് ഇറങ്ങി വന്നത്. പലപ്പോഴും അവനെ കണ്ടിട്ടുണ്ട്. മിക്കവാറും കാവിലെ ഉത്സവത്തിന് തിടമ്പേറ്റുന്ന കൊമ്പൻ്റെ മുകളായി അവൻ അങ്ങനെ ഇരിക്കുന്നതാണ്. കരിപ്പച്ച നിറമുള്ള ഒരു കുർത്തയും സ്വർണ്ണക്കസവും മുണ്ടുമുടുത്ത് അവൻ അമ്മയുടെ അടുത്തേക്ക് വന്നു. കയ്യിലെ ഇടിവളയൊന്ന് തെറുത്ത് കയറ്റിക്കൊണ്ട് അവൻ അമ്മയും ചേർത്ത് പിടിച്ച് ഉമ്മറത്തേക്ക് കയറി. വിശ്വനാഥനും ഭാര്യയും കൂടി ഇറങ്ങി വന്നവരെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തി. എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. മോനെ അറിയാലോ അല്ലേ, രുദ്രൻ? ഉവ്വ്, അറിയാം, കണ്ടിട്ടുണ്ട്. വിശ്വനാഥൻ അതീവ ഭവ്യതയോടെ അവരോട് പറഞ്ഞു. കുട്ടി അകത്താണോ? ലക്ഷ്മി ഒന്ന് എത്തി നോക്കുന്നുണ്ട്. ഉവ്വ്, വിളിക്കാം. വിശ്വനാഥൻ ഭാര്യയെ കൈകൊണ്ട് എന്തോ കാണിച്ചു. അവർ തിടുക്കത്തിൽ അകത്തേക്ക് പോവുകയും ചെയ്തു. ഒരു പട്ടുപാവാടയും ബ്ലൗസും ഇട്ടുകൊണ്ടാണ് ജാനകി നിന്നത്. മോളെ, നീ റെഡിയായോ? അവരൊക്കെ വന്നിട്ടുണ്ട്. അമ്മായി പറയുന്ന കേട്ട് അവൾ നിറമിഴികളോടെ മുഖം ഉയർത്തി. എൻ്റെ കുട്ടിയൊന്ന് വരുമോ? അവരൊന്ന് കണ്ടിട്ട് പോട്ടെ, ബാക്കിയൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ. വിഷമിക്കൊന്നും വേണ്ട. എങ്ങനെങ്കിലും നിന്നെ ഞങ്ങൾ രക്ഷിക്കാം മോളെ. ഇപ്പോൾ അവിടെ വന്നില്ലെങ്കിൽ അമ്മാവൻ്റെ സ്വഭാവം നിനക്കറിയാലോ.
അമ്മായി അവളെ പിന്നെയും നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. മകളോടൊരു മറുപടി പോലും പറയാനാവാതെ മാലതി കരയുകയാണ്. ഇടറിയ കാൽപാദങ്ങളോട് കൂടി ജാനകി അമ്മായിയോടൊപ്പം അകത്തളത്തിലേക്ക് ചെന്നു. ആ, വന്നല്ലോ, വലിയ നാണക്കാരിയാ മോളെ, ഇതാരാണ് നോക്കിയേ? അമ്മാവൻ ശബ്ദമുയർത്തിയതും ജാനകി അവിടെ ഇരുന്നവരെ ഒന്ന് നോക്കി. ലക്ഷ്മിയാണെങ്കിൽ അപ്പോഴേക്കും എഴുന്നേറ്റ് വന്ന് ജാനകിയെ ചേർത്ത് പിടിച്ചു. സുന്ദരിക്കുട്ടി, രുദ്രൻ ഈ അഴകിൽ വീണുപോയതിൽ അത്ഭുതമില്ല കേട്ടോ, അവർ പുഞ്ചിരിയോടെ പറയുകയാണ്. നോക്ക് വിശ്വനാഥൻ, എൻ്റെ മകൻ എന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അവൻ്റെ മനസ്സ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയാം. എന്നാൽ വിവാഹം ആലോചിക്കുന്ന നേരമായപ്പോൾ ഇവൻ്റെ ഉള്ളിൽ ആരോ കടന്നു കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായി. പിടിതരാതെ നടക്കുകയായിരുന്നു ഇവൻ. ഞാൻ പല ആവർത്തി ചോദിച്ചു, സമയമായിട്ടില്ലെന്ന് മാത്രമാണ് ഇവൻ്റെ മറുപടി. ഒടുവിൽ രണ്ടിലൊന്ന് തീരുമാനം അറിഞ്ഞേ പറ്റൂന്ന് ഞാൻ ശഠിച്ചപ്പോൾ ഇവൻ ജാനകിയുടെ പേര് പറഞ്ഞു. ഒരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ജാനകിയെ മാത്രമാണെന്ന് ആളങ്ങ് ഉറപ്പിച്ചു. എനിക്ക് മറുത്തൊരു അഭിപ്രായമില്ല കേട്ടോ. എൻ്റെ മകൻ്റെ ഇഷ്ടം എന്താണോ അത് തന്നെയാണ് ഞാൻ നടത്തി കൊടുക്കുന്നത്. അങ്ങനെ രുദ്രൻ തന്നെയാണ് വീടും അഡ്രസ്സും ഒക്കെ എന്നോട് പറഞ്ഞത്. ജാതകം നോക്കിക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലെ കാര്യസ്ഥനായ രാമേട്ടൻ വിശ്വനാഥനോട് വന്ന് മോളുടെ ജാതകം വാങ്ങിയത്. നിറപുഞ്ചിരിയോടെ ലക്ഷ്മി എന്ന് പറയുമ്പോൾ ജാനകി സ്തംഭിച്ച് നിൽക്കുകയാണ്. അകത്തെ മുറിയിലിരിക്കുന്ന അവളുടെ അമ്മയും മാലതിയോടാണെങ്കിൽ ഉമ്മറത്തേക്ക് കണ്ടുപോകരുതെന്ന് വിശ്വനാഥൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയിച്ചു. അയാൾ ദേഷ്യം വന്നിട്ട് മാലതിയെ അടിച്ചു പോയതാണ്. അവളുടെ കരണത്ത് 5 വിരലുകളും പതിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതിഥികളത് കണ്ടാൽ മോശമല്ലേ? അത് കാരണം മാലതി അവിടെ ഇല്ലെന്നും ബന്ധുവീട്ടിൽ പോയതാണെന്നുമൊക്കെ അറിയിക്കുവാനാണ് അവരുടെ പ്ലാന്. മോൾക്കെൻ്റെ മോനെ ഇഷ്ടമായോ? മോളും ഇവനെ കണ്ടിട്ടുണ്ട്, അതാണ് വിശ്വനാഥൻ അറിയിച്ചത് കേട്ടോ. എനിക്കിഷ്ടമല്ലെന്ന് ഉറക്കി അവരോട് വിളിച്ചു പറയാൻ ജാനകിയുടെ ഉള്ളം വെമ്പി. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ തൻ്റെ അമ്മയെ കൺമുമ്പിലിട്ട് അയാൾ തല്ലിച്ചതയ്ക്കുന്നത് തനിക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് അവൾ പേടിയോടെ തലയാട്ടി. അത് കണ്ടതും രുദ്രൻ്റെ ചുണ്ടിൽ വന്യമായ ഒരു ചിരി പടർന്നു.